ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷ്യം നിൽപ്പാൻ ദൈവം നൽകിയ നല്ലൊരു അവസരത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. 2024 ജൂലൈ 5 എൻ്റെ പിറ്റ്യൂട്ടറി ട്യൂമർ സർജറി കഴിഞ്ഞായിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു. അതെൻ്റെ പിറ്റേ ദിവസം ബോധം വന്നു, സംസാരിച്ചു, നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. മൂന്നാമത്തെ ദിവസം എനിക്ക് ശക്തമായ വിറയലും അസ്വസ്ഥതയും പനിയും കാരണത്താൽ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. വോമിറ്റിങ്ങിൻ്റെ ഇടയിൽ ബ്രെയിനിൽ ഒട്ടിപ്പിളവി, അങ്ങനെ ബ്രെയിനിൽ നിന്ന് വെള്ളം ലീക്കായി. അതും തുടർന്ന് അടുത്ത ദിവസം വെളുപ്പിന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ കഠിനമായ പനിയും ഉണ്ടായിരുന്നു. അതേപോലെ ഡോക്ടർമാരെ ചെക്ക് ചെയ്തപ്പോൾ ബ്രെയിനിൽ നിന്ന് വെള്ളം ലീക്കായി, വീണ്ടും സർജറി വേണം, പെട്ടെന്ന് സ്കാനിങ് എല്ലാം ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്നെല്ലാം സ്കാനിങ് ഒക്കെ ചെയ്തുകൊണ്ട് വന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. ഭയങ്കര സ്പീഡായിട്ടെല്ലാം ചെയ്തുകൊണ്ട് വന്നു. പിന്നെ അടുത്ത് രണ്ടാമത്തെ സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കഠിനമായ തലവേദനയും തലപൊക്കിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞ് കുറച്ച് നാളുകൾ ശേഷം വീട്ടിൽ വന്ന് ഒരു ദിവസം രാവിലെ എനിക്ക് ഒരു ദിവസം തോറും ഇങ്ങനെ തലവേദന ഭയങ്കര കൂടുതലായിട്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞു പഠിക്കാൻ പോയി. അവിടെ ചെന്നിട്ടും തലവേദന കൂടുന്നതുകൊണ്ട് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയും. പിന്നെ അങ്ങനെ വീട്ടിൽ വരികയും ചെയ്തു. അങ്ങനെ തലവേദന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മാമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ബെതസ്ത ഗോസ്പൽ ചർച്ച് മിനിസ്ട്രി എന്ന പള്ളിയിലോട്ട് വരാൻ പറഞ്ഞു. അവിടെ വന്ന് അവർ പ്രാർത്ഥിക്കും, അപ്പോൾ കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയ കേട്ടിട്ട് വരാം എന്നൊക്കെ വേണം അമ്മ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലൊരു പ്രേരണ, അങ്ങോട്ട് പോയി എൻ്റെ അസുഖം കുറയും, എൻ്റെ തലവേദന മാറും എന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പള്ളിയിലോട്ട് അടുത്ത ദിവസം പോവുകയും, ഒരു തിങ്കളാഴ്ചയായിരുന്നു ഞാൻ പോയപ്പോൾ അവിടെ സിസ്റ്ററൊക്കെ സംസാരിച്ച് പ്രെയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോയിട്ട് എനിക്ക് കുറച്ച് വചനങ്ങളെടുത്ത്, ആ വചനങ്ങളിൽ കൂടി എൻ്റെ തലവേദന മാറി പോയി. അത് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തവർ സിസ്റ്റർ ചോദിച്ചു, തലവേദന ഇപ്പോൾ ഉണ്ടോ? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തലവേദന എനിക്കില്ല, ഇത് പൂർണ്ണമായിട്ട് മാറാനുള്ള ദൈവം ഇടപെട്ട് അങ്ങനെ പൂർണ്ണമായിട്ട് ആ തലവേദന മാറി. അങ്ങനെ ആ പള്ളിയിൽ സ്ഥിരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നെഞ്ചിലൊരു വലിയൊരു മുഴ പോലെയിരുന്നു. അപ്പോൾ സിസ്റ്റർ ആൻറ്റി അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ, രാത്രിയായിരുന്നു. വചനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ കുറച്ച് കഴിഞ്ഞിട്ട് സിസ്റ്റർ ആൻറ്റി നോക്കാൻ പറഞ്ഞു, അവിടെ മുഴയുണ്ടോ? നോക്കിയപ്പം അവിടെ കാണാനില്ലായിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അടുത്ത് തലയിൽ ഒരു ചെറുതായിട്ടൊന്ന് ഇതുമായിട്ടും മുഴ വന്നായിരുന്നു. അത് ആൻറ്റി പ്രെയർ ചെയ്തുകൊണ്ടിരുന്ന അത് തന്നെ താന്നങ്ങ് പോയി. അത് കുറേ പേര് ഇങ്ങനെ കണ്ടായിരുന്നു. ആ സമയത്ത് രാത്രിയാണില്ല, ഇങ്ങനെ പ്രെയർ ചെയ്തുകൊണ്ടിരുന്ന്. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 2-3 ദിവസം മുന്നേ ഒന്ന് ചെറുതായിട്ട് ഒരു തലവേദന വന്നു. പിന്നെ ആ തലവേദന കൂടി വന്നു. അങ്ങനെ ഒട്ടും വയ്യാത്തൊരവസ്ഥയിലായി. തലവേദന നല്ല കൂടി, ലാസ്റ്റ് വിറയലായി, പിന്നെ വോമിറ്റിംഗ് ആയി. 2 പ്രാവശ്യം വോമിറ്റ് ചെയ്തു. പിന്നെ തലകറക്കമായി. അങ്ങനെ തീരെ വയ്യാതായി. രാത്രി 12 മണിക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയായിരുന്നു.
അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അതുവരെ നോർമലായിട്ട് നടന്നകത്ത് കയറി ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിരുന്നു. എന്താ വയ്യായികയെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് തലകറങ്ങി വീണു. പിന്നെ എമർജൻസിയിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്ന് കുറേ ട്രിപ്പൊക്കെ കയറ്റി. ഇപ്പോൾ ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ട്രിപ്പൊക്കെ കയറ്റി. പിന്നെ വാടി കൊണ്ടുപോയി അഡ്മിറ്റായിരുന്നു. അങ്ങനെ കുറേ ട്രിപ്പൊക്കെ കയറ്റി. പള്ളിയിൽ സിസ്റ്റർ ആൻറ്റി എല്ലാവരും പ്രെയറിലായിരുന്നു എന്നെക്കുറിച്ച്. അങ്ങനെ മരണത്തോടെ പോയിട്ട് തിരിച്ചു വന്നൊരവസ്ഥയായിരുന്നു. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ ജന്മമെന്ന് പറയാം. അങ്ങനെ എല്ലാവരും പ്രെയർ ചെയ്തു. പിന്നെ ഞാൻ തലവേദനയൊക്കെ കുറഞ്ഞു പ്രെയറിലൂടെ. രണ്ടാമത് വീണ്ടും തലവേദന കുറഞ്ഞു. പിന്നെ ആൻറ്റി പറഞ്ഞതുപോലെ ആൻറ്റി ഇന്ന ദിവസം ഡിസ്ചാർജ് എന്ന് പറഞ്ഞ പോലെ അതേ ടൈമിൽ കറക്റ്റ് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വരികയും കൂടുതൽ പ്രെയറിനെ പറ്റി കൂടുതൽ പറയുകയൊക്കെ ചെയ്തപ്പോൾ മരിച്ച് തിരിച്ചു വന്നൊരു അവസ്ഥയിലായിരുന്നു. ഇത്രത്തോളം എന്നെ കരുതിയ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു.